വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പേർഷ്യൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. നിലവിലെ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന രാജ്യം ഇറാനാണ്. നിലവിൽ ഇറാനും ഇസ്രായേലും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച് യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയായ രാജ്യമാണ് അമേരിക്ക. പിന്നെ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു പോയിന്റ്, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പെർസെപോളിസ് ആയിരുന്നു. പെർസെപോളിസ്. പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിൽ പ്രമുഖരായിട്ടുള്ള ഭരണാധികാരികൾ ആരെല്ലാമായിരുന്നു എന്നൊരു ചോദ്യം വന്നാൽ ഓർമ്മിച്ചു വെക്കുക, സൈറസ്, ദാരിയസ് ഒന്നാമൻ, സെർക്സിസും ദാരിയസ് ഒന്നാമനും സൈറസുമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികൾ. ഇനി ഇവിടുന്ന് പ്രസ്താവനാ തരത്തിൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത് പേർഷ്യൻ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓർമ്മിച്ചു വെക്കുക, പേർഷ്യക്കാർ ഭരണ സൗകര്യത്തിനായിട്ട് വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രബി എന്ന് പറഞ്ഞ പ്രവിശ്യകളായിട്ട് വിഭജിച്ചിരുന്നു. ഇനി സത്രബ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു ഈ സത്രബികൾ ഉണ്ടായിരുന്നത്. സത്രബ്മാർ രാജാവിൻ്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രബിയിൽ നടപ്പിലാക്കി. ഇപ്പോൾ രാജാവിൻ്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രബികളിൽ നടപ്പിലാക്കിയതാരാണ്? സത്രബ്മാർ എന്ന് പറയുന്ന ഗവർണർമാരാണ് കേട്ടോ. അടുത്തത് പേർഷ്യൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പേർഷ്യയിൽ നിലനിന്നിരുന്ന ഫിലോസഫി അല്ലെങ്കിൽ ദർശനം ഏതായിരുന്നു? സരതുഷ്ട. ഇനി സരതുഷ്ട ദർശനവുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, സരതുഷ്ടയാണ് സരതുഷ്ട ദർശനത്തിൻ്റെ സ്ഥാപകൻ. പിന്നെ അഹുരമസ്ത എന്ന് പറഞ്ഞാൽ അതായത് സരതുഷ്ട ദർശനത്തിന് കീഴിൽ അവർ ആരാധിച്ചിരുന്ന ദൈവമാണ് കേട്ടോ. ഏകദൈവ വിശ്വാസികളായിരുന്നു സരതുഷ്ട ദർശനക്കാർ. അതുപോലെ സെൻറ്റ് അവസ്ഥ എന്ന് പറയുന്നതായിരുന്നു ഇവരുടെ ഒരു ദർശനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഹോളി ടെക്സ്റ്റ് അല്ലെങ്കിൽ മതഗ്രന്ഥം എന്ന് പറയുന്നത്. ഏതാണ്? സെൻറ്റ് അവസ്ഥ. നിലവിലെ ഇറാൻ പ്രധാനമന്ത്രി മസൂദ് പെഷഷ്കിയാനാണ്. ഇനി ഈ ഭാഗത്ത് നമുക്ക് റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് റോമ നഗരമാണ് കേട്ടോ. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലം റോമ നഗരം. റോമ സാമ്രാജ്യത്തിന് കീഴിൽ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ പിന്നീട് BCE 6-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്ക് ഇവിടെ റിപ്പബ്ലിക്കായി. റിപ്പബ്ലിക് എന്നറിയാലോ, തെരഞ്ഞെടുത്ത ഒരു തലവൻ ഭരണാധികാരിയായിട്ടുള്ള ഭരണ സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന ഭരണ സംവിധാനം ഉദയം കൊണ്ടത് റോമിലാണ്. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. BCE 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ കോൺസൽ പദവി വഹിച്ചിരുന്നത് ജൂലിയസ് സീസറാണ് കേട്ടോ. ഓർമ്മിച്ചു വെക്കണം, റിപ്പബ്ലിക്കൻ ഭരണരീതി റോമിൽ അവസാനിപ്പിച്ചത് ആരാണ്? ജൂലിയസ് സീസർ. പിന്നീട് അദ്ദേഹം ഏകാധിപതിയായിട്ട് അധികാരം കൈയടക്കുകയാണ് ചെയ്തത്. ഇനി ഈ ഭാഗത്തുനിന്ന് വരുന്നൊരു ചോദ്യം, ആരുടെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമ സാമ്രാജ്യമായി മാറിയത്? അഗസ്റ്റസിന്റെ കാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമ സാമ്രാജ്യമായി മാറിയത്. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറി. ഇനി പ്രസ്താവനാ തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് റോമൻ സാമ്രാജ്യത്തിന്റെ പ്രത്യേകതകൾ അഥവാ സവിശേഷതകൾ. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം. ഓർമ്മിച്ചു വെക്കണം, യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ. ഇനി റോമൻ ചക്രവർത്തിമാർ പ്രിൻസപ്പ് അഥവാ പ്രഥമ പൗരൻ എന്നറിയപ്പെട്ടു. പ്രിൻസപ്പ് ഏത് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? റോമ സാമ്രാജ്യം. പ്രിൻസപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനമാണ് പ്രിൻസിപ്പേറ്റ് എന്ന ഭരണ സംവിധാനം നിലവിലുണ്ടായിരുന്നത് റോമ സാമ്രാജ്യത്തിന് കീഴിലാണ്. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത്. ഓർമ്മിച്ചു വെക്കുക, അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യവും റോമ സാമ്രാജ്യത്തിന് കീഴിൽ ഉണ്ടായിരുന്നു എന്നും ഓർക്കണം. ഇനി ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, റോമ സാമ്രാജ്യത്തിന് കീഴിൽ കമാന ആകൃതിയിലുള്ള കനാലുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അവയുടെ പേര് അക്വിഡക്റ്ററുകൾ എന്നാണ് കേട്ടോ. അക്വിഡക്റ്ററുകൾ. അതുപോലെ തന്നെ കൊളോസിയം എന്ന് പറയുന്ന തുറന്ന വേദി, വിശാലമായതും തുറന്നതുമായിട്ടുള്ള വേദിയായിരുന്നു കൊളോസിയം. അത് റോമ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക സംഭാവനകളാണെന്നുള്ളത് ഓർത്തുവെക്കുക. ഭാഷ, സാഹിത്യം, കല, നഗരാസൂത്രണം തുടങ്ങിയ മേഖലകളിലെല്ലാം റോമിൻ്റെ സംഭാവനകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ചിത്രം കണ്ടോ, ഇതാണ് അക്വിഡക്റ്റ്. ഇത് ജലസേചനത്തിനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി കൊളോസിയം എന്ന് പറഞ്ഞാൽ വിനോദത്തിനായിട്ടുള്ള തുറന്ന സ്റ്റേജ് ആയിരുന്നു കൊളോസിയം കേട്ടോ.
ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ബുദ്ധമതം, ജൈനമതം, ഇന്ത്യയിലെ തന്നെ നിലനിന്നിരുന്ന സംസ്കാരമായ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്